മമ്മൂട്ടി പല വേഷങ്ങളിൽ വന്ന് കൊട്ടിയാടുന്നു. RDXിലെയും മഞ്ഞുമലിലെയും പിള്ളേർ വന്ന് ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കുന്നു. രംഗണ്ണനും മാർക്കോയും മലയാള സിനിമയുടെ അതിരുകളെ തന്നെ മാറ്റിവരച്ചു. കോവിഡിന് ശേഷം മലയാള സിനിമ നടന്നു കയറിയത് പുതിയ ഉയരങ്ങളിലേക്കാണ്. പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി. മലയാളത്തിന്റെ മോഹൻലാൽ എവിടെയാണ്? 2024 തുടക്കമെത്തിയ വാലിബനും ഒടുക്കമെത്തിയ ബറോസും മൂക്കും കുത്തി വീണു. അതിനിടയിലാണ് ഹെലികോപ്റ്ററുകളുടെയും വിദേശ ലൊക്കേഷനുകളുടെയും ബലത്തിൽ എബ്രാം ഖുറേഷി വരുന്നത്. തന്റെ കരിയറിലെ മോശം കാലത്ത് പോലും താരമൂല്യത്തിൽ തനിക്ക് വട്ടം വെക്കാൻ പോന്ന ഒരാളുമില്ല എന്നതിന്റെ സാക്ഷ്യമായിരുന്നു അതിന്റെ തിയേറ്റർ കണക്കുകൾ. മാറിവരുന്ന കോടിക്കണക്കുകളുടെ പോസ്റ്ററുകളിൽ ലൈക്കടിച്ചു വിട്ടെങ്കിലും ഓരോ മോഹൻലാൽ ആരാധകനും മനസ്സിൽ വിശ്വസിച്ചു, ഞങ്ങൾ കാത്തിരുന്നത് ഇതല്ല. മോഹൻലാൽ ആരാധകരല്ലാത്ത സിനിമാ പ്രേമികളും പറഞ്ഞു, ഞങ്ങൾ കണ്ട മോഹൻലാൽ ഇതൊന്നുമല്ല. അതിനിടയിലേക്കാണ് മോഹൻലാലിനെ ഒരു അംബാസഡറിലിരുത്തി തരുൺമൂർത്തി കൊട്ടകകളിലേക്ക് ഡ്രൈവ് ചെയ്തു വരുന്നത്. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. മുപ്പത്താറ് വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുവാടാ പെണ്ണിക്കഴിവ് നിനക്ക്? എന്തിനാ കൂടിവാ കണ്ണ ചാടിവാ പൊണ്ണേ. ഹലോ, നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ഞാൻ കത്തിച്ചോളയും കുടുംബത്തോടെ. ഇനി ഞാൻ പറയും, നീ കേക്കും. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. ഇനി ഞാൻ പറയും, നീയൊക്കെ കേക്കും. കൂട്ടത്തോടെ പറഞ്ഞതേ, കുറ്റം വീട് കാട് കയറിയുന്നു. മുരുകാ, മോഹൻലാൽ തുടരുന്നു. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത്, കുറ്റം വീട് കാട് കയറി.